രണ്ടെണ്ണം കൂടെ സാരി എടുത്ത് എങ്ങോട്ട് പോകാന്നല്ലേ ചിന്തിച്ചത്. ഞായറാഴ്ച എന്താ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വെറുതെ ഇരിക്കുവാണ്. എന്നാ പിന്നെ അമ്പലത്തിൽ പോയാലോ എന്നാ പിന്നെ നമുക്ക് സാരി എടുത്തിട്ട് പോയാലോ എന്നായി. ഞാൻ ഓക്കെ എന്നും പറഞ്ഞു. എന്റെ സാരി ഉണ്ടായിരുന്നു. പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ ഞെട്ടിപ്പോയടാ. രമേശിന്റെ കടയിൽ നിന്ന് വാങ്ങിയ പോലെ ആയി. 2-3 ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു പോയത്. ദാണ്ട് കിടക്കുന്ന മഴ. നമ്മൾ ഇറങ്ങിയ സമയത്ത് വലുതായിട്ട് മഴയില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് തകർത്തിട്ട് പെയ്യുമായിരുന്നു. അല്ലെങ്കിൽ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ മഴ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പോയി. ഭാഗ്യം തന്നെ ഇനി പെയ്യൂലല്ലോ എന്നുള്ള സന്തോഷത്തിലായിരുന്നു. പിന്നെ അവിടുന്ന് പിന്നെ മെട്രോ കയറി ആൾക്കുമ്പോ മെട്രോ സ്റ്റേഷൻ ഇറങ്ങി. വീണ്ടും മഴ വന്നു. ഇടയ്ക്ക് പോവും വീണ്ടും വരും. അങ്ങനെയുള്ള ഒരു കാലാവസ്ഥ. സമ്മതിക്കൂലെന്ന് ഈ മഴ. പഴയ ദുബായ് എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിന്റെ തൊട്ടടുത്തായിട്ട് വരും ഈ അമ്പലം. ഈ കാണുന്ന സൂക്കുകളുടെ ഇടയിൽ കൂടെ വേണം നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ. 75 വർഷം പഴക്കമുള്ള അമ്പലമാണ് ഇത്. ശിവനും കൃഷ്ണനുമാണ് അവിടുത്തെ പ്രതിഷ്ഠ. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊരു അമ്പലത്തിൽ പോകുമ്പോൾ കാണുന്ന ചെറിയ ചെറിയ കടകളൊക്കെ ഇല്ലേ, അതുപോലെ ഇവിടെ ഉണ്ടായിരുന്നു. പോകുന്ന വഴി ഇതേപോലെ ചെറിയ ഇടവഴികളൊക്കെ ആയിരുന്നേ. ഇതാണ് അമ്പലം, ശ്രീകൃഷ്ണ ടെമ്പിൾ ദുബായ്. നമ്മുടെ നാട്ടിലെ അമ്പലത്തിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല ഇവിടുത്തെ. 2 ഫ്ലോറിലായിട്ടായിരുന്നേ. താഴെ ശിവനും മേലെ കൃഷ്ണനും ആയിരുന്നു. പക്ക നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അമ്പലമായിരുന്നു. ഇതിനകത്ത് മൊബൈൽ ഫോൺ ഒന്നും അലൗഡ് അല്ലാത്തത് കൊണ്ട് എനിക്ക് അകത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പ്രാർത്ഥിച്ച് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഒരു പ്രസാദം കിട്ടും. ഇതാണ് ആ പ്രസാദം. ഒരു തരം നമ്മൾ പേട കഴിക്കില്ലേ, പാൽപേട കഴിക്കുന്നതിന് പകരം ഒരു ശർക്കര ഉണ്ടാക്കിയ ഒരു പേട പോലെ ഇരിക്കും. നല്ല ടേസ്റ്റ് ആയിരുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങിയത് ഇതുപോലൊരു നേരിയ ഇടവഴി കൂടെയായിരുന്നേ. ഈ സ്ഥലം ഓർമ്മയുണ്ടോ? നമ്മൾ അന്ന് അബ്രയിലൊക്കെ പോയില്ലേ, അതേ സ്ഥലമാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. വിശപ്പിന്റെ വിളി കേട്ടതുകൊണ്ട് നേരെ കഴിക്കാനാ പോയത്. പാനിപൂരി, മുളക് ബജിയും പക്കാവടെ കടങ്ങിയ ഒരു സെറ്റും ഒരു ചായയായിരുന്നു കുടിച്ചത്. പക്കാവടെ മുളക് ബജി എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും പാനിപൂരി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും എനിക്ക് ഇതിന് കഴിച്ചപ്പോൾ കിട്ടി. ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാന്ന് വിചാരിക്കുമ്പോൾ ദേണ്ടടാ അടുത്ത മഴ. ഒരു നല്ലൊരു മഴയായിരുന്നു അത്. നനഞ്ഞു കുളിച്ചു. 10 പേരുടെ നോണയും കുശുമ്പൊക്കെ അങ്ങ് പറഞ്ഞ് റൂമിലേക്ക് എത്തി. അപ്പോൾ ഓക്കെ ബൈ.